UDF സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വലതുപക്ഷ ആശയങ്ങൾ അടിച്ചേൽപ്പിച്ചും RSSന്റെ അജണ്ട നടപ്പിലാക്കാനുമുള്ള സംഘടിത ശ്രമമാണ് സംസ്ഥാനത്ത് നടക്കുന്നത് എന്ന് പിണറായി വിജയൻ. DYFI സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യവൽക്കരണം, വന്ദേമാതരം വിഷയം, വഖഫ് ബോർഡ് നിയമനം, PM ശ്രീ ഉൾപ്പെടെയുള്ളവയിൽ RSSന്റെ നിലപാട് തന്നെയാണ് കേരളത്തിലെ UDF സർക്കാരിൻ്റെതും. ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ വലതുപക്ഷ ശക്തികൾ ഒന്നിച്ചണിനിരക്കുകയാണ്. VD സതീശൻ സർക്കാരിനെ ഉപയോഗിച്ച് ഗവർണർ ഭരണമാണ് നടക്കുന്നത്. എന്തൊക്കെയാണോ RSSന്റെ അജണ്ട, ഏതൊക്കെയാണോ BJPയുടെ അജണ്ട, ഏതൊക്കെയാണോ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം അക്ഷരം പ്രതി അനുസരിക്കാനാണ് ഇവിടെ UDF ഗവൺമെന്റ് സന്നദ്ധമായിട്ടുള്ളത്. RSS അജണ്ട അനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്ത് കാവ്യവൽക്കരണം നടക്കണം. ആ കാവ്യവൽക്കരണത്തിന് അനുകൂലമായ നിലപാടിലേക്കാണ് ഗവൺമെന്റ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് മുഖ്യമന്ത്രി അടക്കം നേതൃത്വം കൊടുക്കുന്നത്. ആ കാവ്യവൽക്കരണം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ നടക്കുകയല്ലേ. അപ്പോൾ ഗവർണർ ഉപയോഗിച്ച ഭരണം നടത്താം എന്നൊക്കെയുള്ള തരത്തിലെ കാര്യങ്ങൾ മാറുന്നു. നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തെ ലോകത്തിനു മുന്നിൽ പരിഹാസ്യരാക്കിയിരിക്കുകയാണ്. വർഗീയ ചേരിതിരിവിലൂടെ രാജ്യത്തെ മതനിരപേക്ഷതയെ ഇല്ലാതാക്കാനാണ് നീക്കം. തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കിയ ലേബർ കോഡ് വിഷയത്തിൽ സുപ്രീം കോടതി വിധി ദൗർഭാഗ്യകരമാണ്. ഇതിനെല്ലാമെതിരെ ശക്തി പ്രാപിക്കണം. അതിൽ രാജ്യം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് യുവതയെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു പ്രത്യേക വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു. പ്രത്യേക മതവിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു. എല്ലാം തങ്ങളുടെ അജണ്ടക്കനുസരിച്ച് കാര്യങ്ങൾ നീക്കുക എന്ന നിലയാണ് വരുന്നത്. തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇനി അങ്ങോട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങേയറ്റം നിർഭാഗ്യകരമായ ഒന്നാണ്. സവർക്കറുടെ ആശയം ശിരസിലേറ്റുന്ന VD സതീശന്റെ നിലപാടുകൾക്കെതിരെ അതിശക്തമായ സമരപോരാട്ടങ്ങൾക്ക് സംഘടന നേതൃത്വം നൽകുമെന്ന് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച DYFI സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ചിന്താ ജെറോം പറഞ്ഞു. ലോകത്തിന് തന്നെ മാതൃകയായ കേരളം രാജ്യത്തിന് മികച്ച ബദലാണ്. കേരള മാതൃകയോടെ രാജ്യത്തെ വിദ്യാർത്ഥികൾക്കും യുവാക്കളും ഒത്തൊരുമിച്ച് നിന്നാൽ BJPയുടെയും RSSന്റെയും വർഗീയ ഫാസിസ്റ്റ് ഭരണം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷ് അഭിപ്രായപ്പെട്ടു. People of Kerala have shown us that how alternative models do work not only inside this country but across the world. Look up to Kerala to learn from Kerala that how an alternative people's model can work, and we are here to learn that. സമ്മേളനത്തിന്റെ ലോഗോ തയ്യാറാക്കിയ കാസർഗോഡ് സ്വദേശിയായ വിദ്യാർത്ഥിയെ ചടങ്ങിൽ അനുമോദിച്ചു. DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീം MP, ദേശീയ ട്രഷറർ സഞ്ജീവ് കുമാർ, സംസ്ഥാന സെക്രട്ടറി M വിജിൻ MLA, തമിഴ്നാട് സ്വദേശി S കാർത്തിക്, VK സനോജ് MLA, V വസീഫ്, ജില്ലാ സെക്രട്ടറി റോസൽ രാജ്, സംഘാടക സമിതി ചെയർമാൻ KV അബ്ദുൽ ഖാദർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് സദാചാര ആക്രമണം നേരിട്ട മിസ എന്ന നാടകത്തിന്റെ പുനരവതരണത്തോടെയാണ് സംഘടനയുടെ 16ാമത് സംസ്ഥാന സമ്മേളനത്തിന് സാംസ്കാരിക നഗരിയിൽ സമാപനമായത്. സമ്മേളനത്തിന് മുന്നോടിയായി സ്വരാജ് റൗണ്ടിൽ നിന്ന് സമ്മേളന വേദിയായ അരണാട്ടുകര നേതാജി ഗ്രൗണ്ടിലേക്ക് യുവജന റാലിയും യൂത്ത് ബ്രിഗേഡ് പരേഡും നടന്നു. TCV തൃശൂർ.